പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ലോകം മുഴുവൻ കൊണ്ടു നടന്നോളാം. വെറുതെ പറഞ്ഞെന്നെ വല്ലാതെ മോഹിപ്പിക്കരുത്. ഇല്ലെന്ന് എത്ര വട്ടം പറഞ്ഞു. ആഹാ, ചേച്ചിന്ന് നേരത്തെ വന്നോ? അവരെല്ലാം എവിടെ പോയി അമൃത കുഞ്ഞെ? രാവിലെ ഇവിടുന്ന് അമ്പലത്തിലേക്കാന്ന് പറഞ്ഞു പോയതാ. അതെന്തായിരുന്നു പതിവില്ലാത്തൊരു അമ്പലത്തിൽ പോക്ക്? വിശേഷം വല്ലതും ഉണ്ടോ? എനിക്കറിയില്ല മായേച്ചി. ചേച്ചി അടുക്കള ചെന്ന് അരിയാനുള്ളതൊക്കെ എടുത്തു വെക്ക്. അതവിടെ വെച്ചേക്ക്. ശരി. പേരുടെ ക്ഷേത്രത്തിൽ തൊഴാൻ പോയതാണോ അതോ അവിടെ വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിക്കാൻ പോയതാണോ? ഞങ്ങളതിന് അത്ര താമസിച്ചൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ ചേച്ചി ഇത്രയും ദേഷ്യപ്പെടുന്നേ? ഓരോ കാര്യത്തിനും ഓരോ നേരവും കാലവും ഒക്കെ ഉണ്ട്. എനിക്കും അമ്പലത്തിൽ പോണം, ഭഗവാനെ തൊഴണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും പറ്റുന്നില്ല. അതെങ്ങനെയാ? 100 കൂട്ടം ജോലി കഴിഞ്ഞിട്ട് നിന്ന് തിരിയാൻ എനിക്കൊരു സമയം കിട്ടുന്നില്ലല്ലോ. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം. ഞാനൊരാൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതേ കാണുന്നില്ലല്ലോ ആരും. ഞങ്ങളും കഷ്ടപ്പെടുന്നില്ലേ? ഇന്നൊന്ന് അമ്പലത്തിൽ പോയി വന്നതിനാണോ ചേച്ചി ഇത്രയ്ക്കൊക്കെ പറയുന്നേ? അല്ല, അത് മാത്രമല്ല കാര്യം. നിന്നോട് ഇന്നലെ പച്ചക്കറി മാർക്കറ്റിൽ കൊടുത്തുവിടാൻ 15,000 രൂപ എടുത്തു വെക്കണമെന്ന് പറഞ്ഞിട്ട് നീ എന്താ ചെയ്തേ? ഞാനിവിടെ ക്യാഷ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അത് അതുപോലെ എടുത്ത് ഞാൻ കൊടുത്തു വിടുകയും ചെയ്തു. എണ്ണി നോക്കിയിട്ട് 500 രൂപ കുറവുണ്ടെന്ന് ആ ലാലപ്പ മുതലാളി ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ല. ലാലപ്പ മുതലാളിക്ക് തെറ്റിയതാവും. അങ്ങേർക്ക് തെറ്റില്ല, നിന്റെ സൂക്ഷ്മത കുറവാ കാര്യം. വന്ന് തീരെ ഉത്തരവാദിത്വമില്ല നിനക്കൊക്കെ. ചേച്ചിക്കിപ്പോ ഞങ്ങളെക്കാളും വിശ്വാസം മറ്റുള്ളവരെ ആണല്ലോ. നിങ്ങളെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇപ്പൊ പാചകക്കാരൻ വരും. അടുക്കളക്കാരെ എന്തേലും നോക്കി കണ്ട് ചെയ്യാൻ നോക്ക്. ആട്ടെ, അനഘ എവിടെ? അനഘേച്ചി ഏതോ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞു. പണ്ടൊക്കെ എവിടെയെങ്കിലും പോണെങ്കിലും വരണമെങ്കിലും ചോദിച്ചിട്ട് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ അവനവന്റെ തോന്നിവാസാണല്ലോ. ദേ, തോന്നിയാസം കാണിച്ചാ പച്ചയിറക്കിൽ വെട്ടിവെച്ചിട്ടുണ്ട് ഞാൻ. എടുത്ത് തരും ഞാൻ നല്ല തല്ല്. എന്നെ പറഞ്ഞാ മതിയല്ലോ. എല്ലാത്തിനും കിടന്ന് കഷ്ടപ്പെടാനും മെനക്കെടാനും ഞാനിങ്ങനെ നിപ്പുണ്ടല്ലോ. അപ്പൊ ബാക്കിയുള്ളവർക്ക് അലസതയും ക്ഷീണമൊക്കെ വരും. എന്റെ ഒരു വിധി. മൂത്ത പെണ്ണ് മാല പൊട്ടിച്ചപ്പോ അവള് മോഷ്ടിക്കില്ലാന്ന് ചന്ദ്രൻ പറഞ്ഞു. പോലീസുകാർക്ക് മുമ്പില് ചാഞ്ഞും ചെരിഞ്ഞും നിന്ന് ചിരിച്ചു കാണിച്ച് മൂത്തവള് ആ കേസിൽ നിന്ന് അങ്ങ് ഒഴിവായി. അന്നേ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, മോഷ്ടിക്കാൻ തുനിഞ്ഞിറങ്ങിയവര് മാനം വിൽക്കാനും മടി കാണിക്കില്ലാന്ന്. അതിന്നെന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടല്ലോ. എന്നിട്ടും തന്തയ്ക്ക് ഒരു കുലുക്കോ ഇല്ല. ഞാനിരുന്ന് കുലുങ്ങിയെന്ന് വെച്ച് എന്ത് കാര്യം? ഇങ്ങനെ ഉരുളക്കുപ്പേരി പോലെ എന്നോട് പറയാൻ നിങ്ങളുടെ വായിൽ നാവുണ്ട്. നിനക്കിപ്പോ എന്താ പ്രശ്നം? രണ്ടാമത്തെ പെണ്ണ് ഒരു കടയിൽ പോയിരുന്ന് ചായ കുടിച്ചതോ അതോ കൂടെ ഇരുന്ന് ഒരുത്തനോട് സംസാരിച്ചതോ? ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ കലാവതി? പിന്നല്ലേ, വെറുതെ വർത്തമാനം പറഞ്ഞിരുന്ന് കാപ്പി മുത്തി കുടിക്കുമായിരുന്നെങ്കിലേ
അതൊരു വലിയ കാര്യമായിട്ട് ഞാനും കാണില്ലായിരുന്നു. പിന്നെ ഇതല്ല ചന്ദ്ര. പേരുദോഷം കേൾപ്പിക്കുന്ന തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളാ ഇന്ന് ഞാൻ അവിടെ കണ്ടത്. ഒരു കോഫി ഹൗസില് ആരും പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത സീക്രട്ട് പ്ലേസില് ഡൂം ലൈറ്റിന്റെ വെളിച്ചത്തില് കയ്യും കോർത്ത് മുട്ടിയൊരുമി 2 ഇണ കുരുവികള്. ഒരു നിമിത്തം പോലെയാ ഞാൻ അവിടെ ചെന്ന് കേറിയതും ഇത്തരം കാഴ്ചയൊക്കെ കണ്ടതും. നീ ഈ പറയുന്ന പോലെയൊന്നും ആയിരിക്കില്ല. എനിക്കതിൽ സംശയമുണ്ട്. സംശയമൊക്കെ ഞാൻ മാറ്റിത്തരാം. അതിനല്ലേ ഞാൻ മൊബൈലിൽ വീഡിയോ എടുത്തോണ്ട് വന്നത്. ദാ, നോക്ക്, കണ്ണ് നിറച്ച് കാണ് മോളുടെ ലീലാവിലാസങ്ങൾ. നോക്കി കാണു ചന്ദ്ര, അവളുടെ കണ്ണിലെ തിളക്കം കണ്ടോ? എന്തിനും തയ്യാറാണെന്ന് മുഖത്ത് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ? എനിക്ക് ഒരു സംശയവും ഇല്ല. ഒന്നുകില് ആ ചെറുപ്പക്കാരനുമായിട്ട് ലിവിങ് ടുഗദറാ നിങ്ങളുടെ മോള്, അതുമല്ലെങ്കിൽ കാശിന് വേണ്ടി കണ്ടവനെയൊക്കെ കണ്ണു കാണിച്ച് വീഴിക്കുന്നതാ. നശിക്കാൻ പിറന്ന ജന്മങ്ങൾ 5. ഏതിലെങ്കിലും പോയി തൊലയട്ടെ. അയ്യോ, അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയലേ ചന്ദ്ര. ആരായിരുന്നു, എന്തായിരുന്നു, ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ തന്തയ്ക്ക് പിറന്ന സ്വഭാവമാണോന്ന് ചോദിക്കണം ചന്ദ്ര. നേരിട്ട് ചെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ പിന്നെ താനൊരു തന്തയാണോടോ ചന്ദ്ര? ചോദിക്കണം. തർക്കുത്തരമാണ് പറയുന്നതെങ്കിൽ ചെവിക്കൊല്ലി നോക്കി പൊട്ടിക്കണം. കൂടെ ഞാൻ വരാം. വരും. നിന്റെ പേരും നാളും പറഞ്ഞ് കഴിപ്പിച്ചതാ. ഫലിച്ചാ മതിയായിരുന്നു. എല്ലാം ഞാൻ മനസ്സിൽ കാണുന്നത് പോലെ നടന്ന ഒരു ശയന പ്രദക്ഷിണം കൂടി നേർന്നിട്ടുണ്ട്. നന്നായി. ചുറ്റമ്പലം വല വെച്ച് തന്നെ അല്ലേ ഉരുൾ നേർച്ച? അതെ, അതും 1 വട്ടമൊന്നുമല്ല, 3 വട്ടം. അത്രക്കൊക്കെ വേണോ? അമ്മയെ കൊണ്ട് അതൊക്കെ പറ്റുമോ? അതിന് ഉരുളുന്നത് ഞാനല്ലല്ലോ. പിന്നെ ആര്? അച്ഛനോ? പിന്നെ ഞാൻ നേർച്ച നേർന്ന ഉടനെ വന്ന് ഉരുളുന്ന ആളല്ലല്ലോ നിന്റെ അച്ഛൻ. നീ ആ ശയന പ്രദക്ഷിണം നടത്തേണ്ടത്. എടാ, നിന്റെ പേരിലാ വഴിപാട്. ഞാനോ? അതൊന്നും നടക്കില്ല. വഴിപാട് കയറുന്നത് അമ്മയല്ലേ, അമ്മ തന്നെ ഉരുണ്ടാ മതി. വിട്ടിത്തം പറയലെടാ ചെക്ക. എടാ, സ്ത്രീകൾക്ക് ശയന പ്രദക്ഷിണം നിഷിദ്ധ. അല്ലെങ്കിൽ തന്നെ ഇതെല്ലാം നിനക്ക് വേണ്ടിട്ടല്ലേ? ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ചില കൊളുത്തുകൾ ഇട്ടിട്ടുണ്ട് അമൃതയുടെ അനിയത്തിമാരുടെ 4ന്റെ മനസ്സിലേക്ക്. അമ്മ അവരെ കണ്ടിരുന്നോ? കാണാൻ വേണ്ടി തന്നെ പോയതല്ലേ, കാത്തു നിന്ന് കണ്ടതല്ലേ. അമ്മ എന്താ അവരോട് പറഞ്ഞത്? വെറുതെ പറയല്ല, പറഞ്ഞു വിശ്വസിപ്പിച്ചു. എന്ത്? എടാ, നിന്നോട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ. എന്നിട്ട് അവരൊഴിവായി തരൂ? തന്നേ പറ്റൂന്ന് തീർത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കടുപ്പിച്ചില്ല. സാവകാശത്തില് അവരുടെ മനസ്സിലേക്ക് കേറാൻ തക്ക രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിച്ചു. ദേ, നീ ഇനി അതനുസരിച്ച് നിന്നോണം. പഞ്ചരത്നം കയ്യിലിരിക്കേണ്ടത് നിന്റെ ആവശ്യം. അമൃതയുടെ പേരിലുള്ള സ്വത്തിനു മുഴുവൻ നീ മാത്രമായിരിക്കണം അവകാശി. അതിനു വേണ്ടിയിട്ടല്ലേ എന്റെ സകല തീരുമാനങ്ങൾ മാറ്റിവെച്ച് അമ്മയുടെ വാക്ക് കേട്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, ഇനിയുള്ള കാര്യങ്ങള് നിന്റെ കയ്യിലായിരിക്കുന്നെന്ന്.
അല്ല, അമ്മ എന്താ അവരോട് പറഞ്ഞതെന്ന് പറ. ആ, എടാ നീയും അവളുമായിട്ടുള്ള കല്യാണത്തിന് ഏക തടസ്സം അനിയത്തിമാരാണെന്ന് ഞാൻ അവരോടങ്ങ് പറഞ്ഞ് സമർത്ഥിച്ചു. മാത്രമല്ല അത് എന്റെ പ്രശ്നമല്ലെന്നും അമൃതയുടെയും നിന്റെയും മനസ്സില് അനിയത്തിമാര് 4 പേരോടും നല്ല ഇഷ്ടക്കേടുണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു അവര് ഞാൻ. അനിയത്തിമാരോടുള്ള ബന്ധവും ഇതുവരെയുള്ള ഇരിപ്പ് വശവും വെച്ച് അമൃതയ്ക്ക് അവരോട് ഇഷ്ടക്കേട് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അല്ലമ്മേ, അവർ അമൃതയോട് ചെന്ന് ചോദിക്കില്ലേ? ഹ, ഇല്ല, അതിനൊക്കെ ഞാൻ തടയിട്ടിട്ടുണ്ട്. നീ ഇനി കുറേശ്ശെയായി അമൃതയുടെ മനസ്സിലും അനിയത്തിമാരെ കുറിച്ച് ഇത് തന്നെ തോന്നാൻ പാകത്തിന് ദുഷിച്ചങ്ങോട്ട് പറയണം. അതേസമയം ഇളയത് 4നെയും കല്യാണത്തിന് മുൻപ് പഞ്ചരത്നത്തിന്ന് പുറത്ത് ചാടിക്കാനുള്ള പണി ഞാൻ നടത്തിക്കൊള്ളാം. നമുക്ക് അമൃതയും അവളുടെ പേരിലുള്ള സ്വത്തും മാത്രം മതി. അച്ഛന് വേണ്ടാത്ത കുട്ടികൾ അവർ 5 പേരും എന്നുവെച്ച് അപ്പച്ചിയായ എനിക്ക് അവരെ വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ല. നീ വളച്ചേട്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അമൃതയുടെ കല്യാണത്തിന് എനിക്ക് എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. കാശ് കൊടുക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ 10 രൂപ ഞാൻ തരില്ല. അങ്ങനെ കളയാൻ എന്റെ കയ്യിൽ കാശുമില്ല. ഇത് കളയുന്ന കാശല്ലല്ലോ, എനിക്ക് കടമയുള്ളതല്ലേ. എന്റെയും കൂടെ ഉത്തരവാദിത്വമല്ലേ ആ കല്യാണം നടത്തേണ്ടത്. സ്വന്തം തന്തയ്ക്കില്ലാത്ത ഉത്തരവാദിത്വം എങ്ങനെ അച്ഛൻ മകളായ നിനക്കുണ്ടാവുന്നു? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലയിലെടുത്ത് വയ്ക്കല്ലേ ശ്യാമള. നീ ഇതിന്റെ ഒന്നും പറയാൻ നടക്കാൻ എന്നെ കിട്ടില്ല. നിങ്ങൾ പുറകെ നടക്കണ്ട, ഒരു കാശും തരണ്ട. പക്ഷെ ഞാൻ കൊടുക്കുന്നതിൽ തടസ്സം നിൽക്കാതിരുന്നാ മതി. നീ എങ്ങനെ കൊടുക്കും? അതിനും മാത്രം കാശ് നിന്റെ എവിടെന്നാ? അതൊന്നും നിങ്ങൾ അറിയണ്ട. എന്റെ കടമ ഞാൻ ചെയ്യും. അതെങ്ങനെയെന്നാണ് ഞാൻ ചോദിച്ചത്. അതല്ലേ ഞാൻ പറഞ്ഞത്, ഭാരിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ടാന്ന്. കുറച്ചൊക്കെ മനുഷ്യത്വം കാണിക്കാനേ ഞാനും ശീലിച്ചിട്ടുണ്ട്. നിങ്ങൾക്കതില്ലാതെ പോയത് എന്റെ കുറ്റമല്ല. എനിക്ക് അവരെ ഇഷ്ടമല്ല. അല്ലാത്ത അഹങ്കാരികളാ 5. കല്യാണം പോലും കൂടണമെന്ന് എനിക്ക് താല്പര്യമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ഞാൻ പോവും. നാളെ ഇന്ന് വരെ നിങ്ങളായിട്ട് 5ന്റെ കാശ് കൊടുത്ത് അവരെ സഹായിക്കുകയോ അവരെന്തെങ്കിലും സൗജന്യം സ്വീകരിക്കാൻ ഇങ്ങോട്ട് വരികയോ ചെയ്തിട്ടില്ല. പിന്നെ അവരോട് ഇത്രയും വൈരാഗ്യം ഉണ്ടാവാൻ വേണ്ടിട്ടേ എന്റെ കുട്ടികൾ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? എനിക്ക് അഹങ്കാരികളെ ഇഷ്ടമല്ല, അത്ര തന്നെ. അങ്ങനെ വെറും കൈയോടെ ഇറക്കി വിടില്ല നിന്നെ. അമ്മ വീട്ടിൽ നിന്നും അച്ഛൻ വീട്ടിൽ നിന്നും തറവാട് സ്വത്തായിട്ട് കിട്ടിയത് മുഴുവൻ നിനക്കുള്ളതാ. പിന്നെ നിന്റെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോ ഒന്നും സമ്പാദിച്ചിട്ടില്ല. മരിച്ചപ്പോ ഇൻഷുറൻസ് തുകയായിട്ട് ഒരു നല്ല തുക കിട്ടിയിരുന്നു. എല്ലാം കൂടി ആയപ്പോ എത്ര കാണുന്ന നീ വിചാരിച്ചേ? എന്റെ അമ്മേ, ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. അബിയുടെ വീട്ടുകാര് ഒന്നും ചോദിച്ചിട്ടുമില്ല. എന്ന് വെച്ച് ഒന്നും കൊടുക്കാതിരിക്കില്ലെന്നാ ഞാൻ പറഞ്ഞത്. മണ്ഡപത്തിൽ ഇറങ്ങി നിൽക്കുമ്പോ മിനിമം ഒരു 101 പവനെങ്കിലും നിന്റെ ശരീരത്തിലുണ്ടാവും. വരുന്നവരൊക്കെ നമ്മൾ കാശിന് കുറവില്ലാത്തവരാണെന്ന് തന്നെ അറിയണം. ചെറുക്കം വീട്ടുകാരെക്കാൾ ഒരു പിടി മുന്നിലാണ് നമ്മളെന്ന് എല്ലാവരും അറിയണം. എന്നാലേ ചെന്ന് കയറുന്ന വീട്ടിലും നിനക്കൊരു വിലയുണ്ടാവൂ. അതമ്മ പറഞ്ഞത് നേരാ. തറവാട് മഹിമയും പാരമ്പര്യവും ഒക്കെ ഉണ്ടെങ്കിലും സ്വത്തും പണവും ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല.
ചെവിക്കല്ല് നോക്കിയൊന്ന് പൊട്ടിക്കട്ടെ 5 എണ്ണത്തിന്റെ. നടക്കുന്ന കാര്യം വല്ലതും പറയ ചന്ദ്ര. എനിക്ക് കിട്ടിയതുപോലെ അടി ചന്ദ്രനും വാങ്ങി കെട്ടിപ്പൂട്ടി വെക്കണോ? കായിക ബലം കാണിക്കാനല്ല നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത്. സാമാന്യ ബുദ്ധി കൊണ്ട് കളിച്ച് ഭിന്നിപ്പിക്കണം 5 എണ്ണത്തിന്. അതിനുള്ള തുറുപ്പ് ചീട്ടല്ലേ ദാ എന്റെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾ അവളുമാരെ വിളിച്ച് പുറത്തോട്ടിറക്ക്. 10 പേര് കേൾക്കെ അപമാനിച്ചാലേ അവളുമാർക്ക് കൊള്ളൂ. അമൃതേ, അമൃതേ, ആരുമില്ലേ ഇവിടെ? ഇടി രണ്ടിലൊന്നേ. നിനക്ക് തല്ലണോന്ന് വല്ലതും തോന്നുന്നുണ്ടെങ്കിലേ നേരത്തെ പറയണം. തല്ലാൻ പറ്റിയ കവളല്ലുമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി നിന്ന് തരാം. എന്താ അച്ഛാ, എന്തിനാ എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ വരുന്നേ? വരുത്തിക്കുന്നതല്ലേ. അവളെവിടെ? നിന്റെ രണ്ടാമത്തോള്? എന്റെ രണ്ടാമത്തോളോ? അച്ഛന്റെ രണ്ടാമത്തെ മോളെന്ന് പറ. അവൾക്കിപ്പോ എന്ത് സംഭവിച്ചെന്ന് പറയാനാ അച്ഛൻ ഇങ്ങോട്ട് വന്നത്? നാണക്കേട് തന്നെ മോളെ. അതറിയുമ്പോ നിങ്ങളുടെ അമ്മയ്ക്ക് സങ്കടം ഉണ്ടാവാതിരിക്കുവോ? ഏതമ്മ? ഞാൻ പെറ്റമ്മ അല്ലെങ്കിലും പോറ്റമ്മയല്ലേ ഞാൻ. എനിക്ക് പിറക്കാതെ പോയ 5 മക്കളല്ലേ നിങ്ങള്. അതിലൊരെണ്ണം പിഴച്ചു പോയാ എനിക്ക് സഹിക്കുവോ? സത്യത്തില് കരഞ്ഞുപോയി ഞാൻ. നിങ്ങൾ പറഞ്ഞു വരുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. കാര്യം പറഞ്ഞിട്ട് പോ. അഴിഞ്ഞാടി നടക്കുന്നതോ പോട്ടെ, കുറഞ്ഞ പക്ഷം അതാരും അറിയാതെങ്കിലും നോക്കണ്ടേ? നിന്നെ കെട്ടിക്കുന്നതിന് മുമ്പേ ഇപ്പൊ രണ്ടാമത്തോളെ കെട്ടിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട്. എന്തായാലും അച്ഛനെന്നുള്ളൊരു പേരുണ്ടല്ലോ എനിക്ക്. നാട്ടുകാരുടെ മുമ്പില് തല ഉയർത്തി നടക്കണ്ടേ? ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറ. എന്റെ എനക്ക് എന്ത് തെറ്റിയതോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നേ? ഒരുത്തന്റെ കൂടെ അവളെ ഞാൻ ഇത്തിരി വശക്കേടിൽ കണ്ടു. കണ്ടാലൊരു യോഗ്യനൊക്കെയാ. പക്ഷേ നല്ല 1-ാം തരം വഷളത്തരം ഉണ്ടവന്, അത് ഉറപ്പാ. ഇപ്പോഴത്തെ കാലത്ത് ഈ ലിവിങ് ടുഗദർ ഒന്നും വലിയ കാര്യമൊന്നും അല്ല. എന്നാലും കെട്ടുതാലി ഇല്ലാതെ അനിയത്തി കെട്ടുകാഴ്ചയായിട്ട് വരരുത്. എന്റെ കൊച്ചിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ആരാധ്യ, നീ അകത്ത് പോ. ആരാധ്യ, നിന്നോട് അകത്ത് പോകാൻ പറഞ്ഞേ. മോരടി. ഒന്ന് ഇറങ്ങി പോവാ അച്ഛ. ഇവിടെ നിന്ന് ഇവരെയും വിളിച്ചോണ്ട്. ഞാൻ പൊയ്ക്കോളാം. പക്ഷേ ഇങ്ങനെ നാണം കെട്ട് നടക്കരുതെന്ന് പറയണവളോട്. ഇങ്ങനെ ക്ലബിലും റൂമിലും കോഫി ഹൗസിലും വല്ലവന്റെയും കൂടെ നടക്കാതെ കെട്ടിക്കൂടെ പൊറുക്കാൻ പറ. ദാ നോക്ക്, കണ്ടത് പകർത്തിയെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ അനിയത്തിയുടെ പോക്കുവരവിന്റെ ഭൂമിശാസ്ത്രം?
ഇനി ബാക്കിയുള്ള 3 കൂടെ ശ്രദ്ധിച്ചോ, അല്ലെങ്കിലേ മതില് ചാടും. വാ ചന്ദ്ര.